അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സനാഫിജി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ പോകുന്നത്? ഞങ്ങൾ ഇന്ന് പള്ളിയിൽ പോലെയാണ്. ഞങ്ങൾ മടവൂര് പള്ളിയിൽ പോവാണ്. ഞങ്ങൾ വെളുപ്പിനെ 3 മണിക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇച്ചിരി നേരം വെളുത്തപ്പോഴത്തേക്കും ചായ കുടിക്കാൻ വേണ്ടി കയറിയേ. ഞാൻ ചായ കുടിച്ചില്ലായിരുന്നു, ഉമ്മിയൊക്കെ ചായയൊക്കെ കുടിച്ചേ. അപ്പോൾ അവിടെ നല്ല ചൂട് പത്തിരി ഉണ്ടായിരുന്നു. എനിക്ക് പത്തിരി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അങ്ങനെ ഞാനൊരു പത്തിരി വാങ്ങിച്ചു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ ബീച്ചൊക്കെ കാണാനായിട്ട്. ഒരു ബീച്ചിൻ്റെ സൈഡിലായിട്ടായിട്ടോ കട. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് തിരിച്ച് പോകുമ്പോഴത്തേക്കും ഓലപ്പേരയൊക്കെ കണ്ട് പണ്ടത്തെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ബൈപ്പാസ് പാലം കയറിയേ. അവിടെ നിന്നും പിന്നെ കുറച്ചുകൂടി നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നിറയെ പച്ചപ്പുള്ളൊരു സ്ഥലം വഴിയാട്ടോ പോയത്. സ്ഥലമല്ല കേട്ടോ, റോഡ് വഴി. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ, പച്ചപ്പൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന കാണാൻ. പിന്നെ അവിടെ എത്താനായപ്പോഴത്തേക്കും അങ്ങോട്ടേക്കുള്ള വഴിയിലോട്ട് കയറി. ഞങ്ങളത് അങ്ങോട്ടേക്ക് പോവാണ്. കുറേ വണ്ടികളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. കുറേ പേര് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതും കുറേ പേര് പള്ളിയിലോട്ട് പോകുന്നതും ഉണ്ടായിരുന്നു. പിന്നെ ഈ വഴിയല്ലായിരുന്നു നമുക്ക് പോകേണ്ട, അപ്പുറത്തേക്ക് ഉള്ള വഴി കൂടി ഞങ്ങൾ വണ്ടി കയറ്റിയിടാൻ വേണ്ടി പോന്നു. കുറേ വണ്ടികളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവിടേക്ക് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതാണ്. അതിനെക്കാട്ടി നന്നായിട്ട് മാറ്റമൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അത് നല്ല രസമായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഭാഗത്തോട്ട് കയറി. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലത്തായിട്ടോ ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഭാഗത്തോട്ട് കയറി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളിതാ ഒരു കടയിൽ കയറിയിട്ടോ. അവിടെയാണെങ്കിൽ നിറയെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ മിഠായി, ഫൈസും ആണെങ്കിൽ അവിടെ നിന്ന് ഒരു തോക്കും വാങ്ങിച്ചുകൊണ്ടും വന്നേ. ഞാൻ അവിടെ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്തേ. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല എന്ന്. പൈസ വന്നിട്ട് ടോക്കും പിടിച്ചുകൊണ്ട് നടക്കണേ കേട്ടോ. അവിടെ പിന്നെ കുറേ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒന്നും വാങ്ങില്ല, കാരണം ഞങ്ങൾ ബീച്ചിൽ പോകുന്നുണ്ട്. അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ഞാനും പൈസ ദോശയാണ് പറഞ്ഞത്. നല്ല വലിയ ദോശയായിരുന്നു. പിന്നെ അത് അവിടെ നിന്ന് മിഠായി വാങ്ങിയായിരുന്നു, പണ്ടത്തെ കറക്കണ മിഠായി. അവനതും കറക്കിക്കൊണ്ട് നിൽക്കുകയാണേ. പിന്നെ ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ ഞങ്ങൾ വേറെ വഴിയാണേ പോകുന്നത്. പിന്നെ ഞാനിത് ആ മിഠായി കഴിക്കാമെന്ന് ഓർത്തേ ആ ചോക്ലേറ്റ് ഞാൻ തുറന്നു കിട്ടും. അപ്പോൾ അത് ആ ഉള്ളിൽ കുനാഫാൻ്റെ ഒക്കെ പോലെ ഉണ്ടായിരുന്നു. ഞാൻ തിന്നപ്പോഴത്തേക്ക് എനിക്ക് മെൽറ്റ് ആയതാട്ടോ കൂടുതൽ ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടം. അപ്പോൾ അതും മെൽറ്റ് ആയിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ തിന്നുകൊണ്ട് അവിടെ ഇരുന്ന്. അപ്പോൾ ഇതാ പോകുന്ന വഴിയാണെങ്കിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ടൊന്ന് കയറി കേട്ടോ, കോഴിക്കോട് ബീച്ചിലോട്ട്. പിന്നെ അവിടേക്ക് എത്തിയപ്പോഴത്തേക്കും അവിടെ അധികം ആൾക്കില്ലായിരുന്നു, കാരണം ഉച്ച സമയമായത് കൊണ്ടാണ് അധികം ആൾക്കൂട്ടമൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഐസ് ചുരണ്ടി വാങ്ങിച്ചു. കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ട് വാങ്ങിയാണേ. ഹണീൻ്റെതാണ് വാങ്ങിയത്. പക്ഷേ ടേസ്റ്റ് ഇല്ലായിരുന്നു ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടില്ല. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കേട്ടോ. അല്ല കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ എന്നെ വഴക്കിടും. പിന്നെ ഞാൻ ഒരു മാങ്ങ വാങ്ങി കേട്ടോ. ഇതൊക്കെ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിന്നു. മാങ്ങ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാണുന്ന പോലെ അല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ എടുത്തു. അതിന് പൈസ പറഞ്ഞു ബീച്ചിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉച്ചയുടെ വെയിലാണെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ മാറ്റിയെടുത്തേ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ മൈസൂർ റോളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വായിച്ച് കുറേ നേരം അവിടെ നിന്നിട്ട് ഞങ്ങളത് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയേ. ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ. ഞങ്ങളത് പിന്നെ അത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നേരെ വിട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്നത് മിഠായി തെരുവിലോട്ടാണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ആ ഭാഗത്തോട്ട് ഞങ്ങൾ പോയുമില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മിഠായി തെരുവിലോട്ട് പോയി. പൈച്ചുവാണെങ്കിൽ ഉടുപ്പൊക്കെ മാറ്റിയേ. അത് കഴിഞ്ഞ് ഞങ്ങൾ മിഠായി തെരുവ് എത്തിയപ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോരാന്ന് പറഞ്ഞ് റഹ്മത്ത് ഹോട്ടലിൽ കയറി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ഇരിക്കേണ്ട സീറ്റ് മുകളിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ മുകളിലോട്ട് പോയേ. മുകളിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പക്ഷേ മുകളിൽ AC ഉണ്ടായിരുന്നു. താഴത്താണ് AC ഇല്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മുകളിൽ കയറിയപ്പോൾ. പിന്നെ ഞങ്ങൾ അവിടെ കയറി ഇരുന്നപ്പോൾ അവിടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊബൈൽ നമ്പറൊക്കെ ഞങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നോക്കി വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണി വന്നേ. ഞാൻ ചിക്കൻ ബിരിയാണി കേട്ടോ ഓർഡർ ചെയ്തിയ. അങ്ങനെ ഞങ്ങൾ ആ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. ചിക്കൻ ഫ്രൈയും ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ മിഠായി തെരുവിൽ പോയിട്ടോ. മിഠായി തെരുവിലാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഉച്ച സമയമായിരുന്നെങ്കിലും. പിന്നെ ഞങ്ങൾ ആ ഉള്ളിലോട്ടുള്ള ഒരു കടയിൽ കയറി കേട്ടോ. അവിടെയും നല്ല തിരക്ക്. പിന്നെ അവിടേക്ക് കയറി കഴിഞ്ഞ് തിരക്കായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ മുന്നേ ഇറങ്ങി കേട്ടോ. അപ്പോൾ സന്ധ്യയായിരുന്നു. അവിടേക്ക് കയറിയോണ്ടാണ് ഇത്ര ഇരുട്ടിയത്. അവിടെ നിന്ന് നേരെ തിരിച്ച് പോരുവാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ കയറിയ പാലമൊക്കെ തിരിച്ചിറങ്ങുവാണ്. നല്ല രസമുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. നേരത്തെ പോലെ തന്നെ ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നേ. പിന്നെ ഞങ്ങൾ വീട്ടിൽ എത്തി. ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.